ആലപ്പുഴ മാവേലിക്കരയിൽ നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് 2 പേർ മരിച്ചു. അച്ചൻകോവിലാറിന് കുറുകെ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച പാലമാണ് ഇടിഞ്ഞു വീണത്. വിഷയത്തിൽ അന്വേഷണം നടത്താൻ പൊതുമരാമത്ത് വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. പാലത്തിലെ ഗർഡറിന്റെ തകരാർ പരിഹരിക്കുന്നതിനിടെ ഗർഡർ പൂർണ്ണമായി തകർന്നു. 5 പേർ അച്ചൻകോവിലാറ്റിലേക്ക് വീണു. മാവേലിക്കര സ്വദേശി രാഘവ് കാർത്തിക്, ഹരിപ്പാട് സ്വദേശി ബിനു എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. രാഘവിനെ രക്ഷിക്കാനായി ഒപ്പം ചാടിയതായിരുന്നു ബിനു. പാലത്തിന് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പൊട്ടുന്ന ശബ്ദം കേട്ടു. അത് കേട്ടുകൊണ്ട് നോക്കിയപ്പോൾ ഒരു നട്ട് പൊട്ടിയതായിരുന്നു. അത് നട്ട് മാറാനായിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് പൊട്ടി വീഴുന്നത്. പൊട്ടി വീണപ്പം ഇവനെ രക്ഷിക്കാൻ വേണ്ടി വേറൊരാൾ ഇവൻ്റെ കൂടെ നീന്തി ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് 2 പേരോട് ഒന്നിച്ചാണ് മുന്നിൽ പോകുന്നത്. കോൺക്രീറ്റ് പാളി വീണ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കാലൊടിഞ്ഞു. ശക്തമായ അടിയൊഴുക്കിൽ തൂണുകളുടെ ബലം നഷ്ടമായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നല്ല കുത്തൊഴുക്കുണ്ട്. അടിയിലുള്ള ഉറപ്പിച്ച ഗർഡർ വാർക്കുന്നതിന് വേണ്ടി ഇരുമ്പ് എല്ലാം പിടിപ്പിച്ച് ഉറപ്പിച്ച കമ്പി ഉണ്ടാവും. ചിലപ്പോൾ ചലനം ഉണ്ടായി കാണും. ഈ ശക്തമായ ഒഴുക്കുണ്ട്. പാലം നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം മുതൽ നാട്ടുകാർ അശാസ്ത്രീയത ആരോപിച്ചിരുന്നു. സംഭവം അന്വേഷിക്കാൻ പൊതുമരാമത്ത് വിജിലൻസിനെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. 24 ആലപ്പുഴ.